ഇറ്റ്സ് മീ ബ്രൂണോ ഗെയിമർ. ഇന്ന് നമ്മൾ ന്യൂബ് പറയാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് തുടങ്ങിയിരിക്കുന്നു. AW ആണ് എടുത്തത്. അവന് ആദ്യം കണ്ട പോലെ തന്നെ 150 കൊടുത്തു. പിന്നെ ഞാൻ നൂബിൻ്റെ മാതിരി അവൻ്റെ ആ സ്കില്ലിൻ്റെ മേലിങ്ങനെ സ്കോപ്പ് ചെയ്തിരുന്നു. പക്ഷേ അവൻ അവിടെ തന്നെ വന്ന് വീണ് ഞാൻ അവന് 150 കൊടുത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്കൻഡ് റൗണ്ട് തുടങ്ങി. അതേ ഗൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നൂബിൻ്റെ പോലെ തന്നെ പോവുകയാണ്. എനിക്ക് അവനെ കണ്ടിട്ട് അവനും ഒരു പുതിയതായിട്ട് കളി തുടങ്ങിയൊരു ആളാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനവനെ വെറുതെ ഇങ്ങനെ അടിച്ച് സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊരു നൂബിൻ്റെ പോലെ അവനെ തോന്നിക്കുകയാണ്. ഞാൻ നൂബാണെന്ന് അവനെ തോന്നിക്കുകയാണ്. അപ്പം തന്നെ അവൻ ആ സ്കില്ല് ഓണാക്കിയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് അവൻ എൻ്റെ 150 കൊടുത്തിട്ട് അവൻ അപ്പം തന്നെ മാറി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പരിപാടി തന്നെ കാണിച്ച് ആ സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തന്നെ അവൻ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചിട്ടു. എന്നിട്ട് അവൻ കുറച്ച് പട്ടി ഷോ ഒക്കെ ഇറക്കി. സാറിന് നമുക്ക് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. പിന്നെ സെക്കൻഡ് റൗണ്ട് അവൻ കൊണ്ടുപോയി. തേർഡ് റൗണ്ട് എനിക്കായിരുന്നു ഗണ്ണിൻ്റെ ചോയ്സ്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വന്ന ആ ഗണ്ണും പിന്നെ ട്രോഗണുമാണ് എടുത്തത്. അപ്പോൾ ആ ഒരു കളി ഞാനും അവനും നല്ല നല്ല ഡാമേജ് ഞങ്ങൾക്ക് രണ്ടാക്കും തരുന്നുണ്ട്. പക്ഷേ ആ ഒരു കളി നമ്മുടെ എനിമി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവൻ കുറച്ച് പട്ടിഷോയൊക്കെ എനിക്കിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോർത്ത് റൗണ്ട് തുടങ്ങി. ഫോർത്ത് റൗണ്ടിലും ഞാനും ഇങ്ങനെ സ്കോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രനേഡ് എറിയാനുള്ളൊരു ഭാഗത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൻ അവിടുന്ന് അപ്പുറത്തേക്ക് എറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അവിടെയാണെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് അടിയൊക്കെ കൊടുത്ത് അങ്ങനെ റൗണ്ട് ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് റൗണ്ട് അതേപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കണ്ടെടുക്കാനുള്ള ചോയ്സ് നമ്മുടെ എനിമിക്കാണ്. ആ എനിമി MP40 ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ അവനെ തേടിയിട്ട് മെല്ലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൻ അപ്പുറത്തേക്ക് ഇറങ്ങി പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണാത്തൊരു പോലെ ഇങ്ങനെ കയറി അവനെവിടെയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി വെറുതായിട്ട് നിൽക്കുമ്പോൾ അവൻ ആ സ്കില്ലിട്ട് നേരെ ഓടി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ ഞാൻ ആ സ്കില്ലിനെ ആദ്യം അടിച്ചൊന്ന് പൊട്ടിച്ച് അപ്പോഴേക്കും അവൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഞാൻ നല്ല ഡാമേജ് എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റൗണ്ട് അവൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ റൗണ്ട് 6 ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നൂബാണെന്നൊക്കെ അവൻ അറിയട്ടെ. നമ്മൾ കുറച്ച് ഇതൊക്കെ ആക്കി അങ്ങനെ പോയി. അതാ അവനത് വരുന്നു. എന്ത് കുത്തിപ്പിടി അവനൊക്കെ കൊടുത്ത്. എവിടെ അവനവിടെ സൈഡിലുണ്ടാകാൻ തോന്നുന്നു. പോയി നോക്കാം. അവനത് ആ മൂലക്ക് ഇട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവനെ വെട്ടം തന്നെ ഇങ്ങോട്ട് ടെലിപ്പോർട്ടായി. അത് നേരെ അപ്പുറത്തേക്ക് തന്നെ പോയി. അപ്പം ഞാൻ അവനൊരു 11 ഷോട്ട് കൊടുത്ത് അപ്പം തന്നെ അവന് പിന്നീടാക്കി വിട്ടു. അങ്ങനെ ആ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ ഗണ്ണൊന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ രൂപയാണെന്ന് വിചാരിക്കട്ടെ. ഗണ്ണൊന്നും അങ്ങനെ എടുത്തിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ഗണ്ണ് ഏതാണെന്ന് വെച്ചാൽ AK-47 മിനി യൂസിയാണ്. അപ്പോൾ നമ്മളെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു നെറ്റ് പോയൊക്കെ പോലെ അവൻ്റെ അടുത്തേക്ക് നല്ല നൂബിൻ്റെ പോലെ അങ്ങനെ പോയി. അപ്പോൾ അവൻ മിനി യൂസഡായി കൊണ്ട് തന്നെ കുത്തി പിടിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ AK-47 കൊണ്ട് അടിച്ചപ്പോൾ അവനെന്നെ ഹെഡ്ഷോട്ട് അടിച്ച് നിലത്തേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് തൊട്ട് നമ്മൾ ശരിക്കുള്ള കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം അവന് റൗണ്ട് 4 ആയി. ഇനി നമ്മൾ വെറുതെ നിന്നാൽ അവൻ നമ്മളടിക്കും. ഞാൻ നേരെ കയറി ചെന്ന് നമ്മളെ മിനി യൂസഡായി എടുത്താണ്ട് അവൻ ഹെഡ്ഷോട്ട് 53 കൊടുത്തു. എന്നിട്ട് അപ്പം തന്നെ അവൻ അടിക്ക് ചാടി. അപ്പോൾ ഞാൻ നമ്മളെ AK-47 കൊണ്ട് ഒരു അടി കൊടുത്ത അങ്ങനെ ആ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത കളി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 5th റൗണ്ട് അതായത് ഫൈനൽ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെസേർട്ട് ഈഗിളും നമ്മുടെ സ്കാറും പിന്നെ MP5 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരെ കയറി ചെന്ന് നമ്മളെ ഡെസേർട്ട് കൊണ്ടൊക്കെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൻ AW ആണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി.
അപ്പം ഞാൻ ഇങ്ങനെ അവനെ നോക്കുമ്പോൾ അവൻ അടിയിൽ ഇങ്ങനെ ഡബ്ല്യു പിടിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവനൊരു അടി വന്നു. അപ്പോൾ ഞാൻ സ്കാറിലോണ്ട് കുറച്ച് ഡാമേജ് അവന് പോക്കി. പിന്നെ നമ്മൾ MP5 കൊണ്ട് കുത്തി പിടിച്ചിട്ട് ആ സാധനം പൊട്ടിച്ചു അവരുടെ സ്കില്ല്. നമ്മളങ്ങനെ MP5 ഒക്കെ റീലോഡ് ചെയ്ത് വന്നപ്പോൾ അവൻ എന്നെ അടിക്കാനുള്ളൊരു ഇതിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ സൈഡിലൂടെ കയറിയപ്പോൾ നമ്മൾ നല്ലൊരു ഹെഡ് തന്നെ കൊടുത്തിട്ട് നമ്മൾ ആ കളി പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.